that in mind while cooking. It's awesome. Must try. You should try, guys. Cooking അറിയാത്തവരും അല്ലെങ്കിൽ കുക്കിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ you could try this easily. ബ്യൂട്ടിഫുൾ പീപ്പിൾ റാദർ ദാൻ നമ്മുടെ യൂഷ്വൽ സെറ്റപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് പാൽമിഠായിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്ന അമ്മയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പരിപാടിന്ന്. മിസ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. ആദ്യമായി എന്താ അഭിപ്രായം അതിനെ കുറിച്ചിട്ട്? സൂപ്പർ. അങ്ങനെ സോ അടിപൊളി സാധനമാണ്. ഇപ്പോൾ കുക്കിംഗ് ഇതുവരെയും ചെയ്യാത്ത ആൾക്കാരായാലും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമ്മൾ എന്നും ഈ കുക്കറി വീഡിയോസ് ഒന്നും ഇടുണ്ടാവില്ലെങ്കിലും ഇത് ഞാൻ കുറേ ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എന്താ നോക്കിയിട്ട് നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. നമ്മൾ വേറെ കുറച്ച് സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് പോസിറ്റീവ് റെസ്പോൺസ് ആണെച്ചാൽ നമുക്ക് അതും കൂടി ഇടും. ബട്ട് ഒരിക്കലും ചാനൽ നമ്മൾ കുക്കറി ചാനലാക്കി മാറ്റമൊന്നുമില്ല. നമ്മൾ ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് ആയിട്ട് ഇങ്ങനെ പോകാനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ മാത്രമേ അതിന് ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ നിലവിലെടുത്ത അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേഞ്ച് വരുത്തി ഉണ്ടാക്കാവുന്നതാണ്. ഇത്രയും കുറവ് സാധനങ്ങൾ മതി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റും. ഗ്യാസ് കത്തിക്കുന്നതിനെക്കാട്ടി മുന്നേ ഒരു വുഡൻ സ്പൂൺ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനും. അതല്ലാന്നുണ്ടെങ്കിൽ പരിപാടിയായ കൊളാവാൻ ചാൻസ് ഉണ്ട്. ഒരു 4 സ്പൂൺ ബട്ടർ ഓർ ഗീ എടുത്തിട്ട് നമ്മുടെ പാനിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. വുഡൻ സ്പൂണ് മാത്രമേ യൂസ് ചെയ്യാൻ പാടൂ, ഓർ വുഡൻ തവി. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു സൈഡിൽ പോലും ആവാതിരിക്കരുത്. കാരണം നന്നായിട്ട് അടിയിൽ പിടിക്കുന്ന ഒരു സംഭവമാണ് ഈ മിഠായി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ആക്കണം. ശേഷം നമ്മൾ ഫസ്റ്റ് 1 കപ്പ് പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ റിക്വയർമെൻറ്റിൻ്റെ അനുസരിച്ച് അതിൽ മാറ്റാം. പിന്നെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേടാണ്. നല്ല കട്ടത്തൈരായാലും കുഴപ്പമില്ല, കുറച്ച് ലൂസായിട്ടായാലും കുഴപ്പമൊന്നുമില്ല. നേരെ 4 സ്പൂൺ പഞ്ചസാര, അതല്ലെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ഇടും. നല്ല ബും എന്ന് പറഞ്ഞിട്ട് സ്റ്റൗ കത്തിക്കാം. അതിന് ശേഷം ഇളക്കന്നെ. ഈ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇളക്കലൊന്ന് വിട്ട് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ കൊളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇളക്കാൻ നല്ല അറിയുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവരെ പിടിച്ചിട്ട് ഈ മരത്തിൻ്റെ കയ്യിലങ്ങടെ ഏൽപ്പിക്കുക, അവർ ഇളക്കിക്കോളും. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് നമുക്ക് അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കാവുന്ന ഒരു സംഭവം തന്നെയാണിത്. പക്ഷേ ഇപ്പോഴും അടിയിൽ പിടിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വേണം. അതേപോലെ ഗീ ഓർ ബട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പരിപാടിക്ക് എന്നുള്ളതും ആലോചിക്കണം. ആ ടെക്സ്ചറിലടക്കം വ്യത്യാസം കൊണ്ടുവരാൻ ഈ ബട്ടറിനും അതേപോലെ തന്നെ കേടിനൊക്കെ ഇതുണ്ട്. അപ്പോൾ പുളിപ്പ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ടേസ്റ്റിൽ വ്യത്യാസം വരും. ഞാൻ റെക്കമെൻഡ് ചെയ്യുക കുറച്ച് പുളിപ്പുള്ള തൈരായിരിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഇറക്കേണ്ട പരിപാടി എന്ന് പറയുന്നത് നിർത്താൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ പാലിൻ്റെയും കേടിൻ്റെയും അതേപോലെ തന്നെ ഗീൻ്റെ ഒക്കെ ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പാലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബോയിലായിട്ട് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ലെവലിൽ ഇങ്ങനെ മാറി. ഈ പനീറൊക്കെ ഉണ്ടാക്കുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഈ തൈരും പാലും കൂടി. അങ്ങനെ നമ്മളൊരു സോളിഡ് രൂപത്തിലേക്ക് അങ്ങനെ ആക്കണം. സോളിഡ് അല്ലെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഗ്രേവി ടൈപ്പിൽ നിന്ന് ഇങ്ങനെ മാറി ഒരു ഹാർഡായി വരണം. ആ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടേയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് ടൈമും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ആ ഒരു ടെക്സ്ചറിലേക്ക് സാധനം എത്തിക്കുക എന്നുള്ളതാണ്. ആ ടെക്സ്ചർ ഞാനിങ്ങനെ കാണിച്ചുതരാം, ഏതാണ് ആ ടെക്സ്ചർ എന്ന്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം നിർത്തുക, വേഗം കുറച്ച് ഗീ എടുക്കുക, എന്നിട്ട് മെല്ലെ കയ്യിൽ പുരട്ടുക, പാത്രത്തിൽ പുരട്ടുക, പിന്നെ ഇങ്ങനെ ഉരുട്ടുക, മിഠായി ഒക്കെ. അത്രേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഓരോ ടെക്സ്ചർ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബൈ ദാറ്റ് ടൈം നമുക്ക് ഇത് ഉണ്ടായ കഥ പറഞ്ഞുതരാം. അത് അമ്മ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പി ആയിരുന്നു ഈ ഒരു പാൽമിഠായി. അപ്പോൾ അമ്മ കുറേ പിന്നാലെ നടന്ന് ചോദിച്ച് എടുത്തിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ. കാരണം പലർക്കും എന്താ പറയുക, ചിലപ്പോൾ നോസ്റ്റു അടിക്കാം, ചിലപ്പോൾ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് ആവാം. അപ്പോൾ ഇതിൻ്റെ മിഠായിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പുളി ഉണ്ടാവും, മധുരം ഉണ്ടാവും, ഒരു എന്താ പറയുക, ഒരു ഗീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പല ടേസ്റ്റ് ഇങ്ങനെ മിക്സറായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു മിഠായി എന്ന് പറയുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ അത്ര വലിയ ചിലവുമില്ല, സമയവും വേണ്ട, അങ്ങനെയൊന്നുമില്ല. മിണ്ടാതിരുന്ന് തളച്ചേർന്ന ആളിപ്പോൾ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അന്തരീക്ഷം മാറി വരും. നമ്മൾ ഭയപ്പെടരുത്, നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്.
ഇനി സൈഡിലൊക്കെ വരണ്ടി കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൈ പിടിക്കും. ഏകദേശം ഇതാ ഇനി കുറച്ച് പണി കൂടെ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടെക്സ്ചർ എത്തിക്കഴിഞ്ഞാലേ കണ്ടോ ഇങ്ങനെ 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 ഭയങ്കര സ്റ്റിക്കി ആയിട്ട് വരണം. വീട്ടിൽ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ നോക്കും ചിലപ്പോൾ നോൺ സ്റ്റിക്കിലൊന്നും ഉണ്ടാക്കണ്ട കേട് വരുന്നൊക്കെ കൊണ്ട്. പക്ഷെ നിങ്ങൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാവൂ. ഒരു തരത്തിലും നിങ്ങൾ ആ കൺവിൻസിങ്ങിൽ വീണ്ടും കൊടുത്തിട്ട്, കാരണം ഈ നോൺ സ്റ്റിക്ക് ആയിട്ട് തന്നെ നമുക്ക് പണി കിട്ടും അപ്പോൾ ഇളക്കിയില്ലെങ്കിൽ. അപ്പോൾ എങ്ങാനും മറ്റൊരു നോർമൽ പാത്രത്തിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ആ സാധനങ്ങൾ തിരിച്ച് കിട്ടൂല. ഇപ്പം തന്നെ കണ്ടോ ഇവിടെ ഒട്ടിപ്പിടിക്കുന്ന അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കീപ് ദാറ്റ് ഇൻ മൈൻഡ് വൈൽ കുക്കിംഗ്. ഓക്കെ, ഇനി ഇളക്കണം. ഇളക്കി കൊണ്ടൊരു വഴിയാവണം. നല്ല സാധനമാവുള്ളൂ. വരട്ട് മിഠായിന്ന് പേരിട്ടാലോ വരട്ടി വഴിയോ കഴിയും. കണ്ട ഒരു ബ്രൗണിഷ് ടച്ച് കിട്ടുന്നത് കണ്ടോ? കുഴപ്പമില്ല, അതൊരു കാരമലിൻ്റെ ടേസ്റ്റ് പോലെ ആയിക്കോളും. എന്നാലും നമ്മളിതാ ഏകദേശം ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത്രയും ഒട്ടിപ്പിടിക്കുകയാണ് എന്നുള്ളൊരു കണ്ടീഷൻ, അത്രയും വെള്ളം കുറഞ്ഞു എന്നുള്ളപ്പോൾ മാത്രമേ നമ്മൾ മാറ്റാവൂ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു എള്ളുമിഠായിയുടെ പോലെ ഭയങ്കര കട്ടിയല്ലാണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര തിക്കാക്കിയിട്ടുള്ള ഒരു സംഭവമാക്കിയിട്ട് ഇതിന് മാറ്റണ്ട. അതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് നിർത്താം. അപ്പോൾ കുറച്ച് ച്യൂയി ആയിട്ടുള്ള ഒരു മിഠായിയാവും കിട്ടുക. എത്ര ഡ്രൈ ആക്കണോ അത്രയും മിഠായി കട്ടായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഈ കണ്ടീഷനിൽ ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണോണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ടൈം കൊണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ കഴിപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നേരെ വാങ്ങി വെച്ച് ഇൻ ദ സെൻസ് കടയിൽ പോയി വാങ്ങണ്ട, ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ആ ഒരു ഓയിലല്ല ആ ഒരു ഗീ ഓർ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ അത് ഉരുട്ടണം എന്നാണ് പറയുന്നത്. നമ്മൾ ചൂടോടെ ഉരുട്ടിയില്ലെങ്കിലും ചെറിയൊരു ചൂട് വിടുമ്പോൾ തന്നെ സംഭവം നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്തല്ല, മാക്സിമം ഒരു ഉണ്ട പരിവാക്കി ഒരു മിഠായിയുടെ രൂപത്തിലേക്ക് മാറ്റണം നമ്മൾ. ഇത് പെർഫെക്റ്റ് ടെക്സ്ചറാണ്, ഇത് മതി. നമ്മൾ അടുത്ത് കുറച്ച് ഗീ ഓർ ബട്ടർ ജസ്റ്റ് കോട്ട് ചെയ്യണ സ്റ്റെപ്പാണത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ആ ചൂടോടെ വരുന്ന ആ ഒരു മെൽറ്റഡ് ഫോമിലുള്ള മിഠായിയുടെ ഇതിലൊക്കെ ഒട്ടിപ്പിടിക്കും. പിന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ നന്നായിട്ട് ഓയിലൊന്ന് ഇതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യുക. ചൂടോടെ ആ ഒരു നിലവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിഠായിയുടെ രൂപം ഇതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ആക്കുക. ജസ്റ്റ് കൂളായി കഴിഞ്ഞാൽ അപ്പം തന്നെ ചെറിയൊരു ചൂട് വിട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഗീ അപ്ലൈ ചെയ്യുക, വേഗം അത് ഉരുട്ടുക. പിന്നെ എന്താ ഇങ്ങനെ ഉണ്ടായിട്ട് സെറ്റ് ചെയ്യുക. വേഗം ഫ്രിഡ്ജിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, അതല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സെർവ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് അപ്പം തന്നെ ചൂടോടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളായിരിക്കും വീട്ടിലത്തെ താരം. ചൂടോടെ ഇത് ജസ്റ്റ് റോൾ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഒരു പണിയുള്ളൂ. അതർ ദാൻ ദാറ്റ് ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതും സിമ്പിൾ തന്നെയാണ്, അത്ര വലിയ ചൂടിലാക്കേണ്ടത് മാത്രം. ഇഷ്ടപ്പെട്ടോന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കാരണം ഇതൊക്കെ പൈസ കൊടുത്താലും കൂടി കിട്ടാത്ത റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഹാൻഡ് ചെയ്യണേക്കാട്ടി മുന്നേ ഞാനിത് കഴിച്ചില്ലെങ്കിൽ അത് എനിക്കൊരു തീരെ നഷ്ടമായിരിക്കും. എൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ പാലിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ബട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ട്, തൈരിൻ്റെ ടേസ്റ്റ് ഉണ്ട്, കാരമലിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇത് മിക്സ്ചർ സാധനം, സോസും. മസ്റ്റ് ട്രൈ, യു ഷുഡ് ട്രൈ ഗൈസ്. കുക്കിംഗ് അറിയാത്തവരും അല്ലെങ്കിൽ കുക്കിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ യു കുഡ് ട്രൈ ദിസ് ഈസിലി. പോയി ഉണ്ടാക്കുക. ഓക്കെ ബൈ. ഒരു മിനിറ്റ് ആ താഴത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അതും കൂടി അമർത്തിയിട്ട് പൊക്കോളൂ.